നമസ്കാരം, ഞാൻ ഡോക്ടർ മാളവിക, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. പ്രഗ്നൻസിയിൽ എത്ര പ്രാവശ്യമാണ് നിങ്ങൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടത്? അതായത് നോർമലി ഷുഗർ, BP, അപസ്മാരം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹെൽത്തി മദർ ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ട്രൈമസ്റ്റർ വരെ, അതായത് 28 വീക്സ് വരെ മാസത്തിൽ ഒരിക്കലാണ് നിങ്ങൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഷുഗർ, BP അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റിന്റെ എണ്ണം കൂടുകയും ചെയ്യും. ദെൻ ആഫ്റ്റർ 28 വീക്സ് ടിൽ 36 വീക്സ്, അതായത് നമ്മുടെ ഒരു 8.5 മാസം ടുവേർഡ്സ് 9 മാസത്തിന്റെ അടുക്കുന്നവരെ നമ്മൾ 2 വീക്ക്ലി വൺസ് വീതം കാണണം. അതായത് 2 ആഴ്ചയിൽ ഒരിക്കൽ വീതമാണ് ഡോക്ടേഴ്സിന്റെ വിസിറ്റ് വരുന്നത്. ആഫ്റ്റർ 36 വീക്സ് അത് കഴിഞ്ഞിട്ടാവുമ്പോഴത്തേക്ക് വീക്ക്ലി വൺസ് കാണണം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വെള്ളം പോവുകയോ അനക്കക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണുകയും വേണം. ഇതൊക്കെയാണ് നോർമലി വരുന്ന വിസിറ്റ്സ്. ഇനി നോർമലി നിങ്ങൾ എന്തൊക്കെ മെഡിസിൻസ് ആണ് പ്രഗ്നൻസിയിൽ കഴിക്കേണ്ടത്? സോ ആദ്യത്തെ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ ഫോളിക് ആസിഡ് ആണ് എടുക്കേണ്ടത്. അത് കുഞ്ഞിന്റെ ബുദ്ധി വളർച്ചയ്ക്കും ബ്രെയിൻ വളർച്ചയ്ക്കും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നിങ്ങൾ എടുക്കേണ്ടത് ഫോളിക് ആസിഡ് ആണ്. അതിനുശേഷം സെക്കൻഡ് ട്രൈമസ്റ്ററിലും തേർഡ് ട്രൈമസ്റ്ററിലും മസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് അയണും കാൽഷ്യം ടാബ്ലറ്റ്സ്. ഇൻ കേസ് നിങ്ങൾക്ക് വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അയണും കാൽഷ്യം തന്നെ സഫീഷ്യന്റ് ആണ്. ഇൻ കേസ് യു ഹാവ് അനദർ ഡിസീസ് ലൈക്ക് ഷുഗർ, BP, തൈറോയിഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ അതും അതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഓരോ പ്രഗ്നൻസിയിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.